നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകൾ നേടിക്കൊണ്ട് UDF വലിയ തരംഗമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. 2024-ൽ 20-ൽ 20 നേടുക എന്നതായിരുന്നു UDFിൻ്റെ ലക്ഷ്യം. എന്നാൽ 18 സീറ്റുകൾ ആണ് നേടാൻ സാധിച്ചത്. തൃശ്ശൂരിലും ആലത്തൂരിലും തോൽവി മണത്തു. ഈ രണ്ട് മണ്ഡലങ്ങൾ എങ്ങനെ നഷ്ടമായി? KPCCയുടെ അടിയന്തര യോഗം ചർച്ച ചെയ്യുകയാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിട്ട LDFിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് CPIMൽ മുഖ്യമന്ത്രിക്ക് നേരെ അതിരൂക്ഷമായ വിമർശനം ആണ് CPIMൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്ന പൊതുവികാരമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. CPIയും കടുത്ത അതൃപ്തിയിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുന്നണി വിടേണ്ട സമയമായി എന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ആ പാർട്ടിക്കുള്ളിൽ. ഇങ്ങനെ രാഷ്ട്രീയ വാർത്തകളാൽ സമ്പന്നമായ ഒരു ദിനമാണ് കടന്നുപോകുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ കല്ലിക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. കേരളത്തിൽ കാലവർഷവും കനക്കുകയാണ്. വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. ന്യൂസ് ട്രെൻഡ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPIMന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദമായ ചർച്ചയാണ് സംസ്ഥാന സമിതിയിൽ നടന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതായതും ജനരോഷത്തിന് കാരണമായി എന്ന സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുത് എന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിൽ ഉണ്ടായി. രാജിവെച്ച മന്ത്രി കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയെയും ഇന്ന് തീരുമാനിച്ചേക്കും. വിവരങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇന്നത്തെ യോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ വലിയ വിമർശനങ്ങൾ ആണ് മുഖ്യമന്ത്രിക്ക് നേരെയും ഭരണത്തിന്, സംസ്ഥാന സർക്കാരിന് നേരെയും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മൈക്കിനോട് പോലും മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നു. ഇത്തരം വിമർശനങ്ങളെ പാർട്ടി ഏത് നിലയിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? അഭിലാഷ, CPIMന്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വിമർശനമാണ് പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ സംസ്ഥാന സമിതിയിൽ ഉയരുന്നത്. പിണറായി വിജയൻ നമുക്കറിയാം 98-ൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം പടിപടിയായി ആദ്യഘട്ടത്തിലൊക്കെ VS അച്യുതാനന്ദൻ പക്ഷം VS അച്യുതാനന്ദന് വലിയ എതിർപ്പ്, വലിയ വെല്ലുവിളി നേരിട്ടുന്നു പിണറായി വിജയൻ. പക്ഷേ 2006 ഏകദേശം പൂർണ്ണമായും പാർട്ടി കൈപ്പിടി ഒതുക്കുകയായിരുന്നു പിണറായി വിജയൻ. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ VS പക്ഷം നിർജ്ജീവമായതോടുകൂടി പിണറായി വിജയനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ ശക്തമായ വിമർശനം മാത്രമല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റിന് പോലും പലപ്പോഴും നേതാക്കൾ തയ്യാറായിരുന്നില്ല. ആ ഒരു പതിവിനാണ് ഇത്തവണത്തെ CPIMന്റെ സംസ്ഥാന സമിതിയിൽ മാറ്റമുണ്ടായത്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാറ്റമുണ്ടായത്. അതിന് കാരണം അത്ര വലിയ തിരിച്ചടിയിലേക്ക് സംസ്ഥാനത്ത് CPM നയിക്കുന്ന ഇടതുമുന്നണിയും പോയി. 19 സീറ്റുകളിൽ തോറ്റുവെന്ന് മാത്രമല്ല, പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ, അടിസ്ഥാന വിഭാഗങ്ങളിൽ, എല്ലാ കാലത്തും CPMനൊപ്പവും ഇടതുമുന്നണിക്കൊപ്പം എന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളിലും വലിയ അവർ CPMനെതിരെ, മുന്നണിക്കെതിരെ ചിന്തിച്ചു വോട്ട് ചെയ്തു. അതുതന്നെ നേരത്തെയൊക്കെ CPMന്റെ വോട്ട് പോയാൽ കോൺഗ്രസിലേക്കും തിരിച്ച് കോൺഗ്രസിന്റെ പോയാൽ CPMലേക്കും എന്ന പതിവ് മാറ്റി ഇത്തവണ BJPയിലേക്കാണ് CPMന്റെ വോട്ടുകൾ ഏറിയ പങ്കും പോയത്. അതുതന്നെയാണ് CPMനെ ഇത്തരത്തിൽ ഇരുത്തി ചിന്തിക്കാനും മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനം ഉന്നയിക്കാനും നിർബന്ധിതമാക്കിയത്. കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ പോലും CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത്. മൈക്കിനോട് പോലും അസഹിഷ്ണുത കാട്ടുന്നയാളാണ് മുഖ്യമന്ത്രി. അത്തരം അസഹിഷ്ണുത ജനങ്ങൾ ആ രീതിയിൽ മാത്രമേ വിലയിരുത്തുള്ളൂ. അത്തരം ശീലങ്ങൾ മാറണം. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വേണമെന്ന വലിയ ആവശ്യം CPMന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലൊക്കെ പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട്. ആ ജില്ലാ കമ്മിറ്റികളടക്കം ആ വിമർശനങ്ങളെ ഗൗരവത്തോടെ കാണാനോ മേൽത്തരങ്ങളിലേക്ക് ആ ഗൗരവം ഉൾക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനോ അവിടുത്തെ നേതാക്കൾ തയ്യാറാകുന്നില്ല. അത് പാടില്ല. കൃത്യമായി ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞു പോകണം. അല്ലെങ്കിൽ
അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം പറഞ്ഞു പോകണമെന്ന ആവശ്യവും CPM-ന്റെ സംസ്ഥാന സമിതി ഉയർന്നു. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മൂല കാരണമെന്ന അഭിപ്രായമാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലടക്കം പറഞ്ഞത് സർക്കാരിനെതിരായ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെ വികാരമായെന്നും ഇതിനെ ആരും കാണണ്ട. മോദി സർക്കാരിനെതിരായി ജനരോഷമുണ്ടായിരുന്നു. ആ ജനരോഷം കോൺഗ്രസിനെ വോട്ട് ചെയ്ത് അവർ തീർക്കുകയായിരുന്നു എന്നൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നാൽ അങ്ങനെയല്ല. സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിൽ തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് തിരിച്ചടിയായി, അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയി, ഈഴവ സമുദായം എക്കാലവും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഈഴവ സമുദായം മാറി ചിന്തിച്ചു തുടങ്ങി ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായോ അതിന്റെ കാര്യകാരണങ്ങൾ അക്കമിട്ട് നിർത്തിയ റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത്തരത്തിലാണ്. അത് സ്വാഭാവികമായും ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി, അസഹിഷ്ണുത, അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി. ഇപ്പോൾ CPM-ൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന ജനകീയ മുഖമായിരുന്നു KK ശൈലജയുടേത്. പ്രത്യേകിച്ച് ഒരു തുടർച്ച എന്നത് ഇടതുപക്ഷ സർക്കാരിന് സാധ്യമായത് തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആ സമയത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ KK ശൈലജ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ സ്വീകാര്യത ലഭിച്ചുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യം. രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴടക്കം ഒരുപക്ഷെ ശൈലജയെപ്പോലെയുള്ള ആളുകൾക്ക് പ്രധാനപ്പെട്ട പദവികൾ പോലും ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പൊതുവെ മന്ത്രിസഭയുടെ രൂപം മാറ്റുന്ന ഒന്നാണ് പിന്നീട് കണ്ടത്. അത് തന്നെ പാർട്ടിക്കുള്ളിലെ ചില ആശയ പോരാട്ടങ്ങളുടെയോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളുടെയോ ഒക്കെ ഫലമാണ് എന്ന് വിലയിരുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. KK ശൈലജയെപ്പോലെയുള്ളവരെ ഒതുക്കുന്നു എന്ന തരത്തിൽ പോലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നത് ഏത് പശ്ചാത്തലത്തിലാണ് അരുൺ? അഭിലാഷ്, സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദിനപ്രീതി തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സർക്കാർ കേരളം തിരിച്ചു വരാൻ പ്രധാന കാരണങ്ങളിലൊന്ന് കോവിഡും മറ്റ് പ്രളയവും ആ സമയത്ത് നടത്തിയ ഇടപെടലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ എന്നൊരു നേതാവ് അത് ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര ശക്തനായ പല കാര്യങ്ങളിലും ജനങ്ങൾക്കൊപ്പം കോവിഡ് സമയത്തുമൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു നേതാവ്, ആ ഒരു പ്രതിച്ഛായയിലാണ് ഇടതുമുന്നണി ഭരണത്തുടർച്ചയുണ്ടാക്കിയത്. എന്നാൽ ഇനി ആ ഒരു പ്രതിച്ഛായ ഇപ്പോൾ പൂർണ്ണമായും ഇല്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ നേരത്തെ ഉണ്ട ആ പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് മുമ്പ് തന്നെ CPM അത്തരം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഇടതുമുന്നണി നയിക്കും, ആരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും, അത്തരം ചർച്ചകളൊക്കെ CPM-ന്റെ അനൌദ്യോഗിക തലങ്ങളിൽ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളിലുമൊക്കെ പലപ്പോഴും ഉയർന്നു വരുന്നതാണ്. അവിടെ അവർക്ക് ചൂണ്ടിക്കാട്ടാവുന്ന രണ്ടു പേരുകളാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കേണ്ടി വന്നാൽ, അദ്ദേഹത്തിന്റെ ജനപ്രീതി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഇടിഞ്ഞു തന്നെ നിന്നാൽ, അദ്ദേഹത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അവിടെ CPM-ന് മുന്നിൽ രണ്ട് പേരുകളാണ് നേതാക്കൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടുന്നത്. അതിലൊന്ന് KK ശൈലജ തന്നെയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൽ, ആദ്യ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി, ടീച്ചറമ്മ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ PR വർക്ക് എന്നൊക്കെ പറഞ്ഞ് എതിരാളികളും പാർട്ടിക്കുള്ളിലുള്ളവർക്ക് പരിഹസിക്കുമെങ്കിലും വലിയൊരു മികച്ച പ്രതിച്ഛായ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരമൊരു നേതാവിനെ വടകരയിൽ അവർ കഴിഞ്ഞ തവണ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പലരും കരുതി. മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ മതിയെന്ന്, അല്ലെങ്കിൽ 2 ടൈം മത്സരിച്ചവർ അങ്ങനെയുള്ള ആൾ മാറി നിൽക്കേണ്ട തീരുമാനം വന്നതോടുകൂടി KK ശൈലജയ്ക്ക് വഴിയടയുകയായിരുന്നു. അതുതന്നെ അതുവരെ ഒതുക്കുന്നതിന്റെ ഭാഗമാണ് എന്ന വിമർശനങ്ങൾ CPM-ന്റെ അടക്കം നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളിലും അല്ലെങ്കിൽ നേതാക്കൾക്കിടയിലുമൊക്കെ അത്തരം അടക്കം പറച്ചുകൾ നേരത്തെ ഉണ്ടായിരുന്നു. മറ്റൊരു നേതാവ് K രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന് വകുപ്പുകൾ നൽകിയത് തന്നെ, മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ വകുപ്പുകൾ നൽകിയതിന് ഏറ്റവും ചെറിയ വകുപ്പുകൾ, പാർലമെന്ററി കാര്യം, അതുപോലെ തന്നെ ദേവസ്വം ഒക്കെ നൽകി. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത മേഖലയാണ് ദേവസ്വം ഒക്കെ. അദ്ദേഹത്തിന് ആ വകുപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടി നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രതീക്ഷിക്കപ്പെട്ട CPM-ന്റെ മുതിർന്ന മന്ത്രി, പിണറായി വിജയനൊപ്പം മന്ത്രിയായ ആളാണ് K രാധാകൃഷ്ണൻ. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ തലത്തിലൊക്കെ അദ്ദേഹത്തിന് മികച്ച വകുപ്പുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതും പോരാഞ്ഞ് അദ്ദേഹത്തെ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു. KK ശൈലജയും ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നു. ഈ രണ്ട് നേതാക്കളെയും ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനമാണ്. അതായത് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം കൊടുക്കേണ്ടി വന്നാൽ ഈ രണ്ട് നേതാക്കളെയും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നീക്കമാണ് ഈ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം എന്ന സംശയം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെയുണ്ട്. തോമസ് ഐസക് ഏറെക്കുറെ പരാജയത്തോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം തന്നെ ചോദ്യപ്പെടുത്തലേക്ക് കാര്യങ്ങൾ പോയി. അത്തരത്തിൽ G സുധാകരൻ സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്തായി അദ്ദേഹം അപ്രസക്തനായി മാറുന്നു. അദ്ദേഹം പാർട്ടിക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങളോട്, ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം ആ രീതിയിൽ വരുന്നു. ഒരു നേതൃതലമുറ ഒന്നാകെ ഇല്ലാതാകുന്നു. അപ്പോൾ പകരം പിണറായി വിജയൻ മാറിയാൽ പകരം മുഖ്യമന്ത്രി ആര് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് CPM എത്തുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു സംശയം സംസ്ഥാന സമിതിയുടെ അംഗം
ഉന്നയിച്ചത്. കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചെന്ന പരോക്ഷ പരാമർശവും അദ്ദേഹം നടത്തി. അവിടെയാണ് CPM-ൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനങ്ങളിൽ പൊക്കൊണ്ടുന്ന CPM-ൽ അങ്ങനെ കഴിയില്ല എന്നൊരു സന്ദേശമെങ്കിലും കെ ശൈലജയും കെ രാധാകൃഷ്ണൻ പോലുള്ള നേതാക്കളെ ഒതുക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴിയടയ്ക്കാൻ തടയാൻ കെൽപ്പുള്ള രണ്ട് പേരുകളായിരുന്നു അവർ. ആ പേരുകളെ പൂർണ്ണമായും വെട്ടിനിർത്തി എന്ന തരത്തിലുള്ള ഒരു അമർഷം CPM-ന്റെ വലിയൊരു ഭാഗം പ്രവർത്തകർക്കുണ്ട്, നേതാക്കൾക്കിടയിലുമുണ്ട്. ആ അമർഷമാണ് ഇന്നലെ സംസ്ഥാന സമിതിയുടെ രംഗം ചൂണ്ടിക്കാട്ടിയത്. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം വീണ്ടും ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വീണ്ടും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നേക്കാം. ഈ വിമർശനങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി എന്തു മറുപടി പറയുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾക്ക് മറുവാക്ക് പറയാൻ ആരും തയ്യാറാകാത്ത കാലം തൽക്കാലം സംസ്ഥാന സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ്. ഈ സംസ്ഥാന സമിതി യോഗത്തിന്റെ അവസാനമാകും സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുക. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിൻ തോൽവിയുടെ ഭാഗമായുള്ള തിരിച്ചുവരവിന്റെ ശ്രമങ്ങളുടെ ഭാഗമായുള്ള തെറ്റുതിരുത്തൽ രേഖയുടെ അന്തിമ രൂപം നൽകാനാണ് സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെങ്കിലും സെക്രട്ടേറിയറ്റ് ആകും അതിന് അന്തിമ രൂപം നൽകുക. അത് പിന്നീട് മാധ്യമങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുകയോ ചെയ്യും. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചേരും. ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം പുരോഗമിക്കുന്ന 5-ാം ദിവസമാണ്. അഭിലാഷ്, എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി CPM ഈ യോഗങ്ങളെ കാണുന്നതിന്റെ തെളിവാണ്. ഇന്നലെ രാത്രി 10 മണിക്കാണ് സംസ്ഥാന സമിതി യോഗം അവസാനിച്ചത്. മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ നേതാക്കളും അത്രയും സമയം സംസ്ഥാന സമിതി പങ്കെടുത്തു. തുടർച്ചയായി 5-ാം ദിവസമാണ് നേതൃയോഗം. അതായത് അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ വളരെ പ്രാധാന്യത്തോടു കൂടി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനൊക്കെ അപ്പുറത്ത് BJPക്ക് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വളർച്ച. പല മണ്ഡലങ്ങളിലും BJP നിയമസഭാ മണ്ഡലങ്ങളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയ സാഹചര്യം. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നടക്കം വലിയ തോതിൽ വോട്ടു ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യം. അതൊക്കെ അതീവ ഗൗരവത്തോടെ കാണുമ്പോൾ ഈ വിഷയത്തിന്മേലൊരു തിരുത്തലുണ്ടാകും, അല്ലെങ്കിൽ തിരുത്തലുണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഇനി പാർട്ടിക്ക് സാധിക്കില്ല. അങ്ങനെയൊരു ചിത്രം കൂടി ഉണ്ടോ അരുൺ? തീർച്ചയായും തിരുത്തൽ തന്നെയാണ് CPM തയ്യാറെടുക്കുന്നത്. 2019-ൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ തിരുത്തി എന്ന് പറയുമ്പോൾ അന്ന് ഒരു രാഷ്ട്രീയ കാരണങ്ങളാലായിരുന്നില്ല തിരിച്ചടി. പകരം ശബരിമല പോലുള്ള ഒരു വൈകാരികമായ പ്രശ്നം, വിശ്വാസപരമായ പ്രശ്നം, അതിൽ ജനങ്ങൾ CPM നിലപാട്, സർക്കാർ നിലപാടിനെതിരെ വോട്ട് ചെയ്തു. രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവ് കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്നു, ആ പാർട്ടി അവർക്ക് പരമാവധി പിന്തുണ എന്ന ഒരു വികാരം, അത്തരം കാരണങ്ങളിലാണ് കഴിഞ്ഞ തവണ വോട്ട് മാറിപ്പോയത്. രണ്ടും വൈകാരികമായ തലങ്ങൾ ഉള്ള വിഷയമാണ്. ഇത്തവണ പക്ഷേ പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ വലിയ തിരിച്ചടി നേരിട്ടത്. ആ രാഷ്ട്രീയ കാരണങ്ങളുടെ ആണിക്കല്ല്, അതിന്റെ പ്രധാന ഘടകമെന്നത് സർക്കാർ വിരുദ്ധതയാണ്, സർക്കാരിന്റെ ഭരണവിരുദ്ധതയാണ്, സർക്കാരിനെതിരായ ജനവികാരമാണ്, പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തിനെതിരായ ജനവികാരമാണ്, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ ജനങ്ങളുടെ രോഷമാണ്. അത്തരം കാരണങ്ങളാണ് CPM അടിയന്തരമായി തിരുത്തിയെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലപാടിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ കമ്മിറ്റികൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം മണിക്കൂറുകൾ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ നിയമസഭ സമ്മേളിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭയിൽ വന്ന് രാവിലത്തെ നടപടിക്രമങ്ങളിൽ പങ്കെടുത്ത് പൂർണ്ണമായി രാത്രി 10 മണിവരെയൊക്കെ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു ദിവസം 8:30 വരെ നീണ്ടുനിന്നു. ഇത് 5-ാം ദിവസം സംസ്ഥാന സമിതി വീണ്ടും ചേർന്ന് എത്ര മണിവരെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അത്തരത്തിൽ മുഴുവൻ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമെന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്ന ഈ ദിവസങ്ങളിലെ ചർച്ചയും CPM-ന്റെ ഈ സമയക്രമവും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 5 ദിവസവും പൂർണ്ണ സമയം പങ്കെടുത്ത നേതാക്കൾ ഉണ്ട്. മന്ത്രിമാർ മറ്റും സഭയിൽ നടപടിക്രമം പങ്കെടുക്കുന്നത് മാത്രമാണ് അതിൽ നിന്ന് മാറുന്നത്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടെ ചർച്ചകൾ നടക്കുന്നു. ഇനി തിരുത്തൽ ഏത് തലം വരെയാണ്, ഏത് അറ്റം വരെയാണ്, ഏത് രീതിയിലാണ്? മുഖ്യമന്ത്രി തിരുത്തണമെന്ന പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറാകുമോ? അദ്ദേഹം എപ്പോഴും പറയുന്നത് ഞാൻ പഠിച്ചത്, ഞാൻ ശീലിച്ചത് ഇതാണ്, പിണറായി വിജയൻ പണ്ട് മുതൽ ഇങ്ങനെയായിരുന്നു, ആ പിണറായി വിജയൻ തന്നെ ഇനിയും ഇങ്ങനെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് CPM-നെ കൊണ്ടുപോകാം. പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ, അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും പിണറായി വിജയൻ തന്റെ ശൈലി മാറ്റാൻ കഴിയില്ല എന്ന നിലപാടെടുക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം എല്ലാ കാലത്തും CPM-ന്റെ നയങ്ങൾക്കനുസരിച്ചും CPM പാർട്ടി എന്ന തലത്തിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നേതാവ്. അതുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞാൽ പിണറായി മാറാൻ നിർബന്ധിതനാകും. ആ മാറ്റം എങ്ങനെ ഉണ്ടാകും? അല്ല പിണറായി മാറ്റിക്കൊണ്ടാണോ ഒരു തിരുത്തലിലേക്ക് CPM പോകുന്നത്? അതിനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ്. പകരം നേതാക്കളെ മുന്നോട്ട് വയ്ക്കാൻ CPM-നില്ല. പിണറായിയുടെ അത്ര തലപ്പൊക്കമുള്ള, അത്ര പരിചയ സമ്പത്തുള്ള പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഘടകകക്ഷികൾ വലിയ നേരത്തെ ഉള്ളതുപോലെയല്ല. ഘടകകക്ഷികൾ ഇപ്പോൾ CPM-നെതിരെ പരസ്യമായി നിലപാടെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ CPM-ന് വേറെ ചൂണ്ടിക്കാട്ടാൻ എന്തായാലും കേരളത്തിലെ കനത്ത തോൽവിയിൽ ദേശീയ നേതൃത്വത്തിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ഒരു കാര്യം കൂടി ഉള്ളത്, അരുൺ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഈ
വടകരയിൽ ശൈലജയെയും അതോടൊപ്പം തന്നെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെയും ഒക്കെ മത്സരിപ്പിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. ആ നേതാക്കളെയൊക്കെ ഒതുക്കിയതാണോ എന്ന സംശയമുണ്ടാകുന്നു. എന്തായാലും ഇനിയൊരു മന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം കൂടിയുണ്ടല്ലോ. അതിന് ആരുടെയൊക്കെ പേരുകൾക്കാണ് പരിഗണന എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ അടുത്ത മന്ത്രി അല്ലെങ്കിൽ പകരം മന്ത്രി ആര് എന്നതിലൊരു തീരുമാനത്തിനുള്ള സാധ്യതയുണ്ടോ? രാധാകൃഷ്ണൻ മൈനസ് ചേലക്കര അത്ര ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായല്ല UDF കാണുന്നത്. BJP അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാകും CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് കരുതണം. ഇന്നലെ കേസരി ജേർണലിസ്റ്റ് ട്രസ്റ്റിൽ ഒരു മുഖാമുഖത്തിൽ കെ രാധാകൃഷ്ണൻ പറഞ്ഞു വെച്ചത് അവസാനം അദ്ദേഹം പറഞ്ഞത് ചേലക്കര നേരത്തെ UDF മണ്ഡലമായിരുന്നു, താനത് പിടിച്ചെടുക്കുകയായിരുന്നു. കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ എപ്പോഴും അവിടെ വലിയ നേട്ടം ഭൂരിപക്ഷം CPM ഉണ്ടാകുള്ളൂ. പക്ഷേ അദ്ദേഹം മാറി നിന്നാൽ പകരം മറ്റൊരാൾ വന്നാൽ എങ്ങനെയാ മണ്ഡലത്തിലെ വോട്ട് മാറുമെന്ന ആശങ്ക CPM നേതൃത്വത്തിലുണ്ട്. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-ന്റെ നേതൃത്വത്തിൽ ധാരണയായിരുന്നത് PK ജമീല, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ ഭാര്യ, അവർ നേരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്നു, അവരെ മത്സരിപ്പിക്കാനൊരു ധാരണ CPM ഉണ്ടായിരുന്നതായി ചില വിവരങ്ങളുണ്ട്. പക്ഷേ വലിയ തിരിച്ചടി സംസ്ഥാനത്ത് മൊത്തം നേരിട്ട് സാധ്യത അത്തരമൊരു പരീക്ഷണത്തിന് CPM തയ്യാറാകുമെന്ന് വ്യക്തമല്ല. അങ്ങനെ വന്നാൽ അവിടെ ചേലക്കരയെ സ്ഥാനാർത്ഥിയെ CPM പരിഗണിക്കാനിടയുള്ളത് UR പ്രദീപ് അടക്കമുള്ള പേരുകളാണ്. മന്ത്രിസ്ഥാനത്തേക്കും പുതിയ പേരുകൾ തന്നെ CPM അവിടെ പരിഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അവിടെ OR കേളു CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്, വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. വയനാട്ടിൽ CPM-ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി മന്ത്രിമാരില്ല. മാത്രമല്ല അവിടെ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ UDF-ന്റെ ഒരു സ്ട്രോങ് ഹോൾഡായ ജില്ല മാറുമെന്ന ആശങ്ക CPM-ന് വീണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ OR കേളുവിനെ പാർട്ടിയുടെ സീനിയോറിറ്റി പരിഗണിച്ചാലും OR കേളുവാണ് വരേണ്ടത്. അദ്ദേഹം ST വിഭാഗത്തിലുള്ള നേതാവാണ്. അത്തരത്തിലൊരു ST വിഭാഗ നേതാവിനെ CPM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. കോൺഗ്രസിന് PK ജയലക്ഷ്മിയാണ് അത്തരത്തിൽ മന്ത്രിയായ ആദ്യ നേതാവ്. അവിടെ അത്തരമൊരു നീക്കത്തിന് CPM തയ്യാറാകുമ്പോൾ തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ OR കേളു മന്ത്രിയാകും. അല്ലെങ്കിൽ മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിലുള്ളത് KM സച്ചിൻ ദേവ്, അദ്ദേഹം ബാലുശ്ശേരി MLA ആണ്, ആദ്യ ടൈമിൽ MLA അയാളാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വലിയ പിന്തുണ സച്ചിൻ ദേവിനുണ്ട്. യുവ നേതാവ് വരട്ടെ എന്നൊരു തീരുമാനം CPM-ലെ യുവതലമുറ നേതാക്കൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസും റഹീമിനെയും പോലെ നേതാക്കളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ സച്ചിൻ ദേവിന്റെ പേര് പരിഗണിക്കപ്പെടുന്നു. PP സുമോദ് പാലക്കാട് നിന്നുള്ള മറ്റൊരു ജനപ്രതി സുമോദിന്റെ പേര്, ശാന്തകുമാരി കോങ്ങാട് MLA ശാന്തകുമാരിയുടെ പേര് അവിടെ പരിഗണനയിലുണ്ട്. അങ്ങനെ പല പേരുകൾ ചർച്ചയിലുണ്ട്. പക്ഷേ സാധ്യത ഒരു അല്പമെങ്കിലും മേൽക്കൈയുള്ളത് OR കേളുവിന്റെ പേര് തന്നെയാണ് ഈ ഘട്ടത്തിലും. അങ്ങനെയല്ല ഒരു സ്ഥാനാർത്ഥിയെ ഒരാളെ പുറത്തുള്ള ഒരാളെ മന്ത്രിയായി തീരുമാന ശേഷം ചേലക്കരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാം എന്നൊരു ആലോചനയും CPM കേന്ദ്രമുള്ളതായി അറിയുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത്തരമൊരു തീരുമാനം. അതുകൊണ്ട് ചേലക്കരയിൽ UR പ്രദീപും മന്ത്രിസ്ഥാനത്ത് OR കേളും ഈ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരിക്കിന് എന്താകും പാർട്ടിയുടെ ചികിത്സ എന്ന് തന്നെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും ജില്ലാ കൗൺസിൽ യോഗത്തിൽ അഭിപ്രായമുണ്ടായി. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടില്ല എന്ന് കൗൺസിൽ യോഗത്തിൽ പൊതുവികാരം ഉണ്ടായി. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണം എന്ന ചോദ്യം പോലും യോഗത്തിൽ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിലും ഉയർന്നു. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും യോഗത്തിൽ ചർച്ചയുണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് LDF-ന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് M-ന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനമുണ്ടായി. രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനു പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ മൂന്നാർ മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നുള്ള DC അംഗവും മുൻ APP-യുമായിരുന്ന അംഗത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലും സ്ത്രീ വിഷയത്തിന്റെ പേരിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. CPIക്കുള്ളിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്നത് ഉൾപാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI എന്നതായിരുന്നു. ഏത് ഘടകങ്ങളിലും പാർട്ടിക്ക് ചർച്ചകൾ നടത്താം. ചർച്ചകൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്നത് നല്ലതല്ല. അവർ ഒറ്റുകാർ ആണ്. സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കുന്നത് പോലെ മ്ലേച്ഛമാണത്.
അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലിയല്ല എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മാധ്യമക്കാരൻ വിളിച്ചു, അത് നാളെ എന്നെ വിളിക്കണം, അതുകൊണ്ട് അവൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരുന്നു, സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റുകാർ. അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികെട്ട പ്രവൃത്തി നടത്തുന്നതായിരിക്കും. ഇത് മൂന്നേ സാധ്യതയുള്ളൂ. അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കും പോലെ അത് മ്ലേച്ഛമാണ്, അപഹാസ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടിയെ കാണണമെന്നാണ്. അതറിയാത്തവർ ഇത് ചെയ്യുന്നു. അവരെപ്പറ്റി നിങ്ങൾക്ക് പുച്ഛമുണ്ട്, പുച്ഛം ഞങ്ങൾക്കുമുണ്ട്. അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, അതിരൂക്ഷമായ വിമർശനം പ്രത്യേകിച്ച് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്ക് നേരെ, ഒപ്പം CPM-ന് നേരെ, ഇത് CPI-യുടെ പല ഘടകങ്ങളിലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വിവരം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതൊന്നും പ്രായോഗികമല്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് തോൽവി CPI-ക്കുള്ളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും തർക്കമില്ല കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 അമ്പേ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇടതു മുന്നണിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത് മുന്നണിക്കകത്ത് ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നില്ല, അല്ലെങ്കിൽ CPM-നകത്തോ ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നില്ല. കാരണം അതിനൊരു കാരണമുണ്ടായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് എന്ന കാരണം പറയാനുണ്ടായിരുന്നു. ശബരിമല പോലെ പാർട്ടി എടുത്ത പൊതു തീരുമാനം സർക്കാർ നടപ്പിലാക്കി എന്നതിൻ്റെ പേരിലുണ്ടായ തിരിച്ചടി, അങ്ങനെ പല ന്യായീകരണങ്ങളും പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. സർക്കാരിൻ്റെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ ശൈലി, മന്ത്രിമാരുടെ പെരുമാറ്റം, ഒപ്പം എടുത്ത വിവാദപരമായ തീരുമാനങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ അല്പം മുമ്പ് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ CPM സംസ്ഥാന സമിതിയിൽ ആ തരത്തിലുള്ള രൂക്ഷമായ ചർച്ച നടക്കുമ്പോൾ എത്ര രൂക്ഷമായ ചർച്ച CPI ഘടകകക്ഷിയായ CPI-യിലേക്ക് കടന്നു എന്നത് ഏറ്റവും പ്രസക്തമാണ്. ഇതിന് തുടക്കമെടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വമാണ്, CPI-യുടെ ജില്ലാ കൗൺസിലാണ് ഇത്തരമൊരു ചർച്ച ഉണ്ടാവുകയും മുഖ്യമന്ത്രി മാറണം എന്ന ആവശ്യവും ഉണ്ടായത്. ഇതിന് തുടർച്ചയായി നടക്കുന്ന പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. മുന്നണി വിടണം എന്ന ആവശ്യം പോലും ഉയരുമ്പോൾ അതൊരു പ്രാദേശിക വാദമാവാം, അല്ലെങ്കിൽ ചില നേതാക്കളുടെ അഭിപ്രായം മാത്രമാവാം. അതിനപ്പുറത്തേക്ക് അതിന് ശക്തി ഉണ്ടാവുകയുമില്ല. പക്ഷേ അത്തരം ചർച്ചകൾ പോലും CPI പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ഇടതുമുന്നണിയുടെ സംഘടനാ പ്രവർത്തന ശൈലിയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുന്ന ഒരു പ്രശ്നമായി അത് മാറുകയും ചെയ്യുകയാണ്. എന്തായാലും ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം ബിനോയ് വിശ്വവും ഇന്നലെ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇനി നടക്കാൻ പോകുന്ന പല ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങളിലും അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു എന്നതാണ്. പിണറായി വിജയൻ നേരിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മൾ കണ്ടതാണ് ഈ സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടായപ്പോൾ അന്ന് CPM-ന് ഉള്ളിൽ എന്നതുപോലെ തന്നെ CPI-യും പിണറായി വിജയനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുന്നു എന്നതാണ്. അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നു, അദ്ദേഹത്തിൻ്റെ ശൈലി നേരിടേണ്ടി വരുന്നു. അതാണല്ലോ, അതായത് സജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി നേരിടുന്ന വിമർശനവും അതോടൊപ്പം തന്നെ CPI-യും നേരിടുന്ന വിമർശനവും ഒക്കെ CPI-യെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. മന്ത്രിസഭയുടെ മൊത്തം പ്രകടനം മോശം എന്ന നിലയിലേക്ക് എത്തുന്നു. ഭക്ഷ്യമന്ത്രി ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ പരിശോധിച്ചാൽ സപ്ലൈകോകളിൽ ഒന്നും അവശ്യ സാധനങ്ങളില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനിപ്പോൾ ധനമന്ത്രാലയത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടെങ്കിലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ മന്ത്രിമാർ പോലും പരാജയപ്പെടുന്നു എന്ന തരത്തിലേക്കല്ലേ ഈ വിമർശനങ്ങൾ മാറുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, അങ്ങനെയുണ്ടൊരു പശ്ചാത്തലം. അതിനുമപ്പുറം മറ്റൊരു കാര്യം കൂടിയുള്ളത്, മുൻകാലങ്ങളിൽ ഇടതുമുന്നണിക്കകത്ത് CPI എപ്പോഴും ഒരു തെറ്റുതിരുത്തൽ സംവിധാനമായി പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. അതായത് ഇടതുമുന്നണിയോ സർക്കാരോ തെറ്റായ തീരുമാനങ്ങളോ മറ്റോ എടുത്താൽ അതിനെ ചോദ്യം ചെയ്യുന്ന, പരസ്യമായി ചോദ്യം ചെയ്യുക, മുന്നണി യോഗത്തിൽ ചോദ്യം ചെയ്യുന്ന, ഒരു നിലപാടെടുക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി CPI കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഈ ജില്ലാ ഘടകങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പൊതുവായ ഒരു വിമർശനം. പക്ഷേ
ഇപ്പോൾ അതിലേക്ക് അത് വരുന്നില്ല എന്നതാണ് ഈ വിമർശനത്തിൻ്റെ അടിസ്ഥാനം. കാരണം മുൻകാലങ്ങളിൽ സർക്കാരിനെ നേരിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ CPM-നോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വളരെ ഒത്തുപോകുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നതാണ്. വിളിയം ഭറവൻ്റെ കാലത്തും മറ്റും CPI എത്ര കണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി മുന്നണിക്കകത്ത് നിലപാടെടുക്കുകയും തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിരുന്ന CPI പിന്നീട് കാനം രാജേന്ദ്രൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ചില നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരുന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം CPIക്കകത്ത് ഉൾപാർട്ടി ചർച്ചകൾ നേരിട്ടിരുന്നതാണ്. ഇപ്പോഴേക്ക് വരുമ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറി ആയ ഒരു കാലഘട്ടത്തിൽ അത് ഒട്ടുമേയില്ല എന്നൊരു ചോദ്യം ചെയ്യലുണ്ടാവും. എന്തായാലും CPIക്ക് ഇക്കാര്യത്തിൽ ചില കടുത്ത നിലപാടുകൾ എടുത്തേ പറ്റൂ എന്നതാണ് ഈ ചർച്ചകളുടെ ആകത്തുക. അതായത് അവിടെയാണല്ലോ സജിത്ത്, ഇപ്പോൾ ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് CPIയെ സംബന്ധിച്ച് കാനം രാജേന്ദ്രൻ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്നത് പിണറായി വിജയന് വേണ്ടി ജാമ്യം എടുക്കലായിരുന്നുവെങ്കിൽ അതിലും വലിയ ജാമ്യക്കാരനായി മാറിയിരിക്കുന്നു ബിനോയ് വിശ്വം എന്ന വിമർശനം കൂടി ഉയരുകയാണ്. അത് ഉയർത്തുന്നത് BJP ആണ്. ഏതാണ്ട് സമാനമാകുന്ന തരത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടി വരുന്നത്? തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം അത് ബിനോയ് വിശ്വത്തിന് മുന്നിലുള്ള വലിയ ഒരു സംഘടനാ പ്രതിസന്ധിയായി മാറുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് തെളിയിക്കപ്പെടേണ്ടി വരും താൻ തിരുത്തൽ ശക്തിയാണ്, തങ്ങളുടെ പാർട്ടി മുന്നണിക്കകത്ത് മുന്നണിയുടെ പൊതുനിലപാടിനൊപ്പം മുന്നോട്ട് പോകുമ്പോഴും തിരുത്തൽ ശക്തിയാണ്, വേണ്ടത്ര കാര്യങ്ങളിൽ ഇടപെടും, ആർജവുമുള്ള വ്യക്തിത്വം സൂക്ഷിക്കാൻ കഴിയുന്ന നിലപാടുകൾ CPI സ്വീകരിക്കും എന്നത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കേണ്ടി വരുന്നു. പക്ഷേ ഇനി അവശേഷിക്കുന്ന ഈ ഭരണവർഷങ്ങളിൽ 2 വർഷങ്ങളിൽ എങ്ങനെ അദ്ദേഹത്തിനത് നിലപാടെടുക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചില തിരുത്തലുകൾ CPM തന്നെ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ CPI സമ്മർദ്ദം ചെലുത്തി ചില തിരുത്തലുകൾ നിർബന്ധപൂർവമായി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു പശ്ചാത്തലത്തിലേക്ക് കൂടി വരുന്നു. അപ്പോഴും സജിത്ത്, ഈ ഇടതു മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതിലിപ്പോൾ പ്രധാനമായും CPI തന്നെ ഉന്നയിക്കുന്ന വിഷയം ഇപ്പോൾ ജോസ് കെ മാണിയുടെ കടന്നുവരവ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ 2019 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുന്നണിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായില്ലെങ്കിൽ പിന്നീട് സംവിധാനം മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇപ്പോൾ ജോസ് കെ മാണി വരുന്നു. നമുക്കറിയാമല്ലോ, ഈ 1/4 നൂറ്റാണ്ടിന് ശേഷം കോംപ്രമൈസ് ചെയ്തു CPIM രാജ്യസഭാ സീറ്റിൽ. അത് ജോസ് കെ മാണിയും നിലനിർത്താൻ വേണ്ടിയാണ്. ആ അമിത പ്രാധാന്യം അല്ലെങ്കിൽ അധിക പരിഗണന ജോസ് കെ മാണിക്ക് ലഭിക്കുന്നു എന്നുകൂടി ഉയരുന്നുണ്ട് CPIയിൽ വിമർശനം. അത് തീർച്ചയായും CPIക്ക് തുടക്കം മുതലുണ്ട്. അതൊരുപക്ഷെ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ആശങ്ക വലിയ ശക്തമായി തന്നെ CPI ഉന്നയിച്ചതാണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ഞങ്ങൾ തന്നെയാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ച ശേഷമാണ് CPI ഒടുവിൽ ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്യാൻ തന്നെ തയ്യാറായത്. പക്ഷേ ഈ മധ്യകേരളത്തിൻ്റെ ഇടങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കഴിയുന്ന ജോസ് കെ മാണിക്ക് ലോക്സഭയിൽ സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല. പാലായിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി, ഇങ്ങനെ പലതുകൊണ്ടും അവരുടെ ഒരു സ്വാധീന ശക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് CPI ഒരു അവസരമാക്കി മാറ്റുന്നുണ്ട് ഈ പുതിയ പശ്ചാത്തലത്തിൽ എന്നതാണ് സാഹചര്യം. ജില്ലാ തലങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളുടെ ഒടുക്കം സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ CPI സംസ്ഥാന കൗൺസിലിന് ഒരുപക്ഷെ ഇതിൻ്റെ ആകത്തുകയായി ചില സമ്മർദ്ദങ്ങൾ എടുക്കേണ്ടി വരും. അതിലൊന്ന് അഭിലാഷ് സൂചിപ്പിച്ച ജോസ് കെ മാണിക്ക് കൂടുതൽ ഫേവർ ചെയ്യുന്നു എന്നത് വിഷയത്തിൽ CPM-നെതിരെ ചില ഒളിയമ്പുകളെങ്കിലും എയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കും. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്, സർക്കാരിൻ്റെ നയങ്ങളും മുഖ്യമന്ത്രിയുടെ തിരുത്തലുമടക്കമുള്ള കാര്യങ്ങളിലേക്കും വരും. ഒരു കാര്യം കൂടി അഭിലാഷമുള്ളത്, CPI ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഈ വാർത്തയിലേക്ക് വരുമ്പോൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണി നേരിടുന്നുണ്ട്. അത് ഈ ഇന്ത്യ മുന്നണി സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ദേശീയ തലത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു സഖ്യം പോലെയല്ല. ഇപ്പോൾ ഒരു സഖ്യം, ഒരു പ്രഖ്യാപിത സഖ്യമായി മുന്നണി യോഗത്തിൽ കാലാകാലങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി സംവിധാനമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഈ സംവിധാനത്തിന് എന്ത് പ്രസക്തി എന്നത് ഒരു വലിയ പ്രതിസന്ധിയായി CPM തന്നെ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് CPI അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും അത് പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഇടുക്കി ജില്ലാ ഘടകത്തിലാണെങ്കിൽ പോലും നടന്ന ഈ ചർച്ചകളെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമോ UDF നേതാക്കളോ ഏത് തരത്തിൽ നിലപാടെടുക്കുന്നു എന്നതും വളരെ പ്രസക്തമാണ്. റൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് CPIM-ൽ തന്നെയാണ്. അവിടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു.
സർക്കാർ ശൈലി മാറ്റേണ്ടതുണ്ട്, മുഖ്യമന്ത്രി രീതി മാറ്റേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആണ് എങ്കിൽ അതിനപ്പുറത്ത് മുന്നണി സംവിധാനത്തിൽ അടക്കം വലിയ മുറുമുറുപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം CPIയുടെ ചർച്ചകളിൽ അടക്കം സർക്കാരിനെതിരെ വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനമുണ്ട്, മുന്നണിയിൽ തുടരേണ്ട സാഹചര്യം പോലും ഇല്ല എന്ന മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ചർച്ചകൾ ഒക്കെ സാധ്യമാണ്, അത് CPI അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർ ഒറ്റുകാർ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയല്ല എന്തായാലും ഇടതുമുന്നണിയിൽ ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളായിരുന്നു VV അരുണും TG സജിത്തും നൽകിയത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തോൽവികൾ ആണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അത് തൃശ്ശൂരിലെയും ആലത്തൂരിലെയും ആണ്. ആ വാർത്തയിലേക്ക് അടക്കം വരാം ഇടവേളയ്ക്ക് ശേഷം.